ഹായ് മഗൾസ്, ദാനി സാറാണേ. എടാ, ഇതുവരെ ക്രിസ്മസ് എക്സാമിന് ഫിസിക്സിന് കാര്യമായിട്ട് വല്ലാണ്ടൊന്നും നോക്കി തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇനിയുള്ള 2-3 വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സിമ്പിളാടാ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നിങ്ങളൊന്ന് പഠിച്ചു പോയാൽ തന്നെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊന്നും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങാം. സോ ഗൈസ്, നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ഒന്നാമത്തെ ചോദ്യം? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹെൽപ്പ് us ടു വാക്ക് ഓൺ ദി ഫ്ലോർ. നമുക്ക് നടക്കാൻ, തറയിലൂടെ നടക്കാൻ നമ്മളെ ഘർഷണ ബലം സഹായിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഘർഷണ ബലം ഉണ്ടായതുകൊണ്ടാണ്, ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. റൈറ്റ് എനി 2 മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഘർഷണ ബലം കുറയ്ക്കാനുള്ള ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ പറയാമെന്ന്. എടാ, എൻ്റെ മക്കൾ പറ. ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള എത്ര മാർഗ്ഗങ്ങളുണ്ട്? 4 പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാർഗ്ഗമാണ് സ്ട്രീം ലൈനിങ്. എന്താണ് സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ? ധാരാലേഖിതമാക്കൽ. സാറേ, മലയാളമല്ല, അങ്ങനെ പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒരാൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗം കൂർപ്പിച്ചിട്ടുണ്ടാക്കാന്നിരിക്കുക. ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളുടെ ആകൃതി, ഷേപ്പ് വ്യത്യാസപ്പെടുത്തുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ്. ഉണ്ടോ? ഈ പാവത്തിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കൂർപ്പിച്ചുണ്ടാക്കി നോക്ക്. സോ ഇതൊക്കെ ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ഒന്നാമത്തെ മാർഗ്ഗം എന്താടാ? സ്ട്രീം ലൈനിങ്. ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്താ? രണ്ടാമത്തെ മാർഗ്ഗമാണ് സാറേ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക, സ്നേഹകങ്ങൾ ഉപയോഗിക്കുക. ഗ്രീസ് പോലെ അല്ലെങ്കിൽ ഓയിൽ പോലെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കുറയ്ക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ മാർഗ്ഗം എന്താ? മൂന്നാമത്തെ മാർഗ്ഗത്തിൻ്റെ പേരാണ് ബെയറിങ്ങുകൾ ഉപയോഗിക്കുക. സാർ, എന്താ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ? ചലിക്കുന്ന, മൂവ് ചെയ്യുന്ന മെഷീൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ബെയറിങ്. സോ ബെയറിങ് വളരെ സുഖകരമായിട്ട് നമുക്ക് ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി നാലാമത്തതാണ് പൊന്നുമക്കളെ, പോളിഷിംഗ് ദ സർഫസ്. പ്രതലങ്ങൾ മിനുസപ്പെടുത്തുക. നിങ്ങൾ പ്രതലങ്ങളൊക്കെ മിനുസപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രിക്ഷൻ വളരെ വളരെ കുറവായിരിക്കും. സോ ഈ 4 കാര്യങ്ങളാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പോഴേ പഠിക്കുക. ആ 4 എണ്ണം എണ്ണി പഠിക്കുക. വേണമെങ്കിൽ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് ആ 4 എണ്ണം ഒന്നിങ്ങനെ ചിത്രം സഹിതം ആലോചിച്ച് നോക്കുക. ഒന്നാമത്തെ എന്തായിരുന്നു? ഷേപ്പ് മാറ്റുക, സ്ട്രീം ലൈനിങ്. രണ്ടാമത്തത് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക. മൂന്നാമത്തെ ബെയറിംഗ് ഉപയോഗിക്കുക. നാലാമത്തെ പോളിഷിംഗ് ദ സർഫസ്. പഠിച്ച് കഴിഞ്ഞെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ വീഡിയോ പ്ലേ അടിക്കുക. ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പക്ഷേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൺ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഘർഷണ ബലം ഏത് തരം ബലമാണ്? അതിലേതോ ഓപ്ഷൻ ഉള്ളത്? കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം. അതിനിത് എന്താണെന്നൊന്ന് അറിയണ്ടേ? ഞാൻ എപ്പോഴെങ്കിലും ഇല്ലേ, ഇപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് വാതിലൊക്കെ തള്ളി തുറക്കുകയാണെന്ന് ഇരിക്കുക. എൻ്റെ കൈയും വാതിലും തമ്മിൽ ടച്ച് ഇല്ലേ? 2 ആൾക്കാർ തമ്മിൽ ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്പർക്ക ബലം, കോണ്ടാക്ട് ഫോഴ്സ്. സിമ്പിളാണ്, വലിയ പേടിക്കാനൊന്നുമില്ല. ഇനി അടുത്തത്, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴാന്നിരിക്കുക. സാറേ, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന സമയത്ത് ആ ഗ്രൗണ്ട് മേലെയാണ് തേങ്ങ ഇങ്ങനെ എയറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സോ ഇവർ തമ്മിൽ ആദ്യം കോണ്ടാക്റ്റ് ഇല്ല, ബന്ധമില്ല. അങ്ങനെയുള്ള ബലങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലം. മക്കളെ, എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഞാൻ എപ്പോഴെങ്കിലും ഒരു പെട്ടി ഉരുട്ടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളുടെ മേലെ കൂടെ മൂവ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ബലത്തിനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം എന്ന് പറയാം. അപ്പോൾ ഈ 2 ആൾക്കാരും തമ്മിൽ ടച്ച് ഇല്ലേ? ടച്ച് ഉണ്ടായതുകൊണ്ട് ഇത് എന്ത് ഫോഴ്സ് ആടാ? കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലം. എൻ്റെ മക്കൾ പറ, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത് ഗുരുത്വാകർഷണം. ഇത് ഏത് ബല? സാറേ, നേരത്തെ സാറ് പറഞ്ഞു തേങ്ങ എവിടെയാണ്? എയറിലാണ്, ഇത് താഴെയാണ്. സോ നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം. സാർ, അടുത്തത്, ഒരു കാന്തം ഒരു ആണിയെ ആകർഷിക്കുകയാണെന്ന് ഇരിക്കുക. ഒരു മാഗ്നറ്റ് ഒരു അയൺ നെയിലിനെ അട്രാക്ട് ചെയ്യുകയാണെന്ന് ഇരിക്കുക. അയ്യോ സാറേ, ഈ കാന്തം ഇവിടെയാണ്, ആണി തൊട്ടടുത്താണെങ്കിൽ പോലും ഒട്ടിപ്പിടിക്കും. സോ ഗൈസ്, ആദ്യങ്ങൾ മനസ്സിലാക്കണം, അത് ടച്ച് ചെയ്യുന്നതിന് മുമ്പേ വരുന്നുണ്ട്. സോ നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്കരഹിത ബലം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അത് കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണോ, സമ്പർക്കമാണോ സമ്പർക്കരഹിത ബലമാണോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഗേറ്റ് തള്ളി തുറക്കുകയാണെങ്കിലോ എൻ്റെ കൈയും ഗേറ്റും തമ്മിൽ ടച്ച് ഉണ്ട്, അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്ക ബലമാണ്. സിമ്പിളാടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വെൻ സർട്ടൈൻ ബോഡീസ് ആർ റബ്ഡ് അഗെയിൻസ്റ്റ് വൺ അനദർ. ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുന്ന സമയത്ത്, ഓ മൈ ഗോഡ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദം. നമ്മൾ ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള പാഠത്ത് പഠിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും 2 ആൾക്കാർ ഉരസാണെന്ന് ഇരിക്കുക. ചിലപ്പോൾ എക്സാമിൽ അങ്ങനത്തെ ഒരു ചോദ്യം വരും. അയാളും ഇയാളും തമ്മിൽ ഒരതി, ഇയാളും അയാളും തമ്മിൽ റബ്ബ് ചെയ്ത്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം, സാധാരണഗതിയിൽ 2 ആൾക്കാരെ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും, ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോൺ കൊടുത്ത ആൾക്ക് പോസിറ്റീവ് ആയിരിക്കും, അത് വാങ്ങിയ ആൾക്കാർ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദാനശീലന്മാരായ ആൾക്കാർ, ദാനശീലന്മാരായ ആൾക്കാർക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അത് വാങ്ങുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ എൻ്റെ മക്കളോട് കുറച്ച് എക്സാമ്പിൾ ഇതേമാതിരി തരും. ഇങ്ങോട്ട് ചോദിക്കും, ഇതിൽ നിന്ന് 2 ആൾക്കാർ തമ്മിൽ ഒരുതി, ഫോർ എക്സാമ്പിൾ എബണൈറ്റും കമ്പിളിയും.
എടാ എബണൈറ്റും വൂളും തമ്മിൽ ഒരുതി, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഒരുതി. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക, ആർക്കാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക, ആരാണ് കൊടുക്കുന്ന ആള്, ആരാണ് വാങ്ങുന്ന ആൾ എന്നൊക്കെ ചോദിക്കും. സോ ഞാൻ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ആൾക്കാരെ പറഞ്ഞുതരാം. കുറച്ച് നല്ലവന്മാരായ ഉണ്ണികളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ നല്ലവന്മാരായ ഉണ്ണികളെ പറ്റി എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് പഠിക്കുകയാണെങ്കിൽ ഈ പാഠം ഭയങ്കര എളുപ്പമാണ്. ഞാൻ ആദ്യം പറഞ്ഞുതരാം പോസിറ്റീവായ ആൾക്കാർ ആരൊക്കെയാണ്, നല്ലവന്മാരായ ആൾക്കാർ, കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്ന്. അതിലൊന്നാമത്താണ് ആൾ ഗ്ലാസ് റോഡ്. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആണ്. ഗ്ലാസ് പോസിറ്റീവ് ആണെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ പോസിറ്റീവ് ആണ്, എങ്ങനെയെങ്കിലും ആലോചിക്കുക. ഇനി മുതൽ എൻ്റെ മക്കൾ ഗ്ലാസ് റോഡ് എന്നാണ് കേൾക്കുമ്പം, ഗ്ലാസിൻ്റെ ദണ്ട് എന്നാണ് കേൾക്കുമ്പം മക്കൾ മനസ്സിലാക്കണം അതൊരു നല്ലവനായ കുട്ടിയാണ്. ഗ്ലാസ് ഒരു പോസിറ്റീവാണ്. ഗ്ലാസ്സിന് കുറച്ച് വെള്ളം കുടിച്ചാൽ സന്തോഷമാണ്, സമാധാനമാണ്. ഏത് രീതിയിൽ ആലോചിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇനി പറയുന്ന ഒരു 3 ആൾക്കാർ അവർ നല്ലവരാണെന്നും അത് പോസിറ്റീവ് ആണെന്നും എൻ്റെ മക്കൾ മനസ്സിലാക്കുക. സോ ഒന്നാമത്തത് ഗ്ലാസ് റോഡാണ്, അത് പോസിറ്റീവ് ആണ്, നല്ല കുട്ടിയാണ്. ഇനി രണ്ടാമത്തെ ആളാണ് സുഹൃത്തുക്കളെ വൂൾ, കമ്പിളി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അമ്പിളി പറഞ്ഞ ഒരു പെണ്ണുണ്ടായിനി, നല്ലൊരു പെണ്ണ, നല്ല തങ്കപ്പെട്ട സ്വഭാവം. അമ്പിളി നല്ലൊരു പെണ്ണാണെന്ന് ആലോചിക്കുക. സോ ഗൈസ് കമ്പിളി വൂള് അല്ലെങ്കിൽ കമ്പിളി നല്ലൊരു കുട്ടിയാണ്, അത് പോസിറ്റീവ് ചാർജാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ആലോചിക്കണം, രാവിലെ കമ്പിളി പുതപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ വാവ് എന്തൊരു സുഖ, അതൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്. വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കുക. സോ കമ്പിളി പോസിറ്റീവ് ആണെന്ന് ആലോചിക്കുക. ഇനി മൂന്നാമത്തൊന്നാണ് ഫ്ലാനൽ എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്. ഇതൊരു പേപ്പറാണ്, ഫ്ലാനൽ എന്നാണ് എൻ്റെ പേര്. ആ പേര് കളിക്കുക ഫ്ലാനൽ. വേണമെങ്കിൽ ഫാനൊക്കെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഫാന് നമ്മളെ വീട്ടിലില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക. ഈ ഫ്ലാനൽ എന്ന് പറഞ്ഞ ആളും പോസിറ്റീവാണ്. സോ ആരൊക്കെയാടാ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ? ഗ്ലാസ് റോഡ്, അമ്പിളിക്കുട്ടി അഥവാ കമ്പിളിക്കുട്ടി, പിന്നെ മൂന്നാമത്തെ ആളാടാ ഫ്ലാനൽ. ഈ ആൾക്കാർ പോസിറ്റീവാണ്. ഇവരെപ്പോഴും കൊടുക്കുന്ന ആൾക്കാരാണ്. ഇനി വാങ്ങുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവ് വാങ്ങുന്ന പ്രധാനപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ഒന്നാമത്തെ ആളാണ് എബണൈറ്റ്. എന്താ സാറേ എബണൈറ്റ്? ഗ്ലാസ് റോഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എബണൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത ഒരാളല്ലേ. കേൾക്കാത്ത ഒരാളെ പറ്റി നമ്മളെങ്ങനെ വിശ്വസിക്കുക? ഓൻ പുതുതായിട്ട് ഇവിടെ വന്നത്, ഓൻ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓൻ ഇപ്പം അടുത്ത് നമ്മളെ പരിസര പ്രദേശത്ത് കണ്ടു തുടങ്ങിയ ഒരാളാണ്. ഓൻ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സോ എബണൈറ്റ് നമ്മളെ കൂടുതൽ പുതിയ വന്ന ഒരാളാണ്. അപ്പോൾ നമ്മളൊന്ന് സംശയിക്കണം. സോ എബണൈറ്റ് നെഗറ്റീവാണ്. ഇനി അടുത്തത് ബലൂണൊക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുത്താൽ ബലൂണൊക്കെ കുടുങ്ങിയ സീനല്ലേ, എങ്ങനെയെങ്കിലും ആലോചിക്കുക. ബലൂൺ നെഗറ്റീവാ, ബലൂണൊന്നും കുട്ടികൾക്ക് വാങ്ങി കൊടുക്കരുത്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തതാണ് സിൽക്ക്. സിൽക്കിൻ്റെ ഒക്കെ ഡ്രസ്സ് വാങ്ങിയാൽ എന്താ പൈസ. സിൽക്ക് വേണ്ട, സിൽക്ക് നെഗറ്റീവാ വേണ്ട. അപ്പോൾ ആരൊക്കെയാണടാ പോസിറ്റീവ്? ഗ്ലാസ് റോഡ് പോസിറ്റീവാണ്. പിന്നെ ആരെയും ഞാൻ പറഞ്ഞില്ലേ, കമ്പിളി പോസിറ്റീവാണ്, ഫ്ലാനൽ പോസിറ്റീവാണ്. ഈ ആൾക്കാരൊക്കെ നെഗറ്റീവാണ്. ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു തിരക്കുമില്ല. പഠിച്ചാൽ നിങ്ങൾക്ക് നാളത്തെ എക്സാം മുതലാവും. സെറ്റല്ലേ സാർ? അടുത്തത് ഇങ്ങനെ മക്കൾ പറ, ഈ ആൾക്കാർ എഴുതുമ്പം ആരാണ് ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾ? എടാ ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾ പോസിറ്റീവാണ്. ആരാ മക്കളെ ഇലക്ട്രോൺ വാങ്ങുക എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺ വാങ്ങുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. എൻ്റെ മക്കൾ പറ, ഇതിൽ ആരാണ് പോസിറ്റീവ്, ആരാണ് നെഗറ്റീവ്? സാറേ എബണൈറ്റും ഉണ്ട്, വൂളും ഉണ്ട്. എൻ്റെ മക്കൾക്ക് അറിയാം എബണൈറ്റ് പുതിയ ആളാണ്. സോ എബണൈറ്റ് നെഗറ്റീവാണ്. ഞാൻ തൽക്കാലം മലയാളത്തിലാണ് എഴുതുന്നത്, എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. എബണൈറ്റ് നെഗറ്റീവാണ്. എൻ്റെ മക്കൾ പറ കമ്പിളി, വൂള്. കമ്പിളി ഏതാടാ? അമ്പിളിക്കുട്ടി നല്ല കുട്ടിയാണ്. സോ അമ്പിളിക്കുട്ടി പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞ് എക്സാമിൻ്റെ സമയത്ത് ഉടായിപ്പായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി, സിമ്പിളാ. സാർ അടുത്ത ആൾ ഗ്ലാസ് റോഡ്, സിൽക്ക്. എന്തെളുപ്പാ സാറേ, ഗ്ലാസ് റോഡ് നമ്മളാളാണ്. ഗ്ലാസ് റോഡ് നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ പോസിറ്റീവാണ്. സോ ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. അയ്യോ സിൽക്കിൻ്റെ ഒക്കെ ഡ്രസ്സ് സിൽക്സിലൊക്കെ പോയിട്ട് എടുത്താൽ എന്താ പൈസ. സിൽക്ക് നമുക്ക് വേണ്ട മാഷേ, സിൽക്ക് നെഗറ്റീവാണ്. സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? എന്ത് രസാ ഫിസിക്സ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാർ അടുത്ത ദിവസം നോക്ക്. സിറ്റുവേഷൻസ് വേർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് ഗുഡ് ആൻഡ് ബാഡ്. സ്ഥിതവൈദ്യുതി ബാഡാണ്. സ്ഥിതവൈദ്യുതി ഗുണകരമാകുന്നതും ദോഷകരമാകുന്നതുമായ സന്ദർഭങ്ങൾ. നിങ്ങൾക്കറിയാം സ്ഥിതവൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് അല്ലേ. ഒഴുകാത്ത ചാർജ് ആണെങ്കിൽ അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. ഇത് ഗുണവുമാണ്, ഇത് ദോഷവുമാണ്. ഉറപ്പിച്ചോ? എക്സാമിന് എളുപ്പം ചോദിക്കും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിതവൈദ്യുതി എപ്പോഴാണ് നമുക്ക് ഉപകാരമാവുകയെന്ന്. അത് ഉപകാരമാവുന്ന ഒന്നാമത്തെ ആളാണ് ഫോട്ടോ കോപ്പിയർ മെഷീൻ. എടാ ഫോട്ടോ കോപ്പിയർ മെഷീനിൽ സ്ഥിതവൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്ക് ഉപകാരമായിട്ടാണ് വെച്ചിട്ടുള്ളത്. സാറേ രണ്ടാമത്തേതാ? സ്പ്രേ പെയിൻറ്റിങ്, ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ പെയിൻറ്റിങ്. എടാ ഈ പെയിൻറ്റിങ്ങിൽ നമുക്ക് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിതവൈദ്യുതി വളരെ വളരെ ഉപകാരമാണ്. എക്സാമിന് 2 പോയിന്റ് പഠിച്ചേക്കണ ഉപകാരം. സോ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിതവൈദ്യുതി ഉപകാരമാവുന്ന 2 സാഹചര്യങ്ങൾ ഏതൊക്കെ? ഒന്ന് മാഷേ ഫോട്ടോ കോപ്പിയർ മെഷീനാണ്. രണ്ടാമത്താണ് നമ്മളെ പാവം ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ പെയിൻറ്റിങ്. അപ്പോൾ ചിലർക്ക് ചോദിക്കും സർ ഇത് എപ്പോഴാണ് പ്രശ്നമാവുക? നിങ്ങൾ എപ്പോഴെങ്കിലും വണ്ടിയിലൊക്കെ കുറേ ദൂരം യാത്ര ചെയ്തിരിക്കുക, അപ്പോൾ കാറ്റൊക്കെ നിങ്ങളെ മേലെ ഇങ്ങനെ ഒരതി ചിലപ്പോൾ നിങ്ങളെ മേലെ ചാർജ് ഉണ്ടാവും, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചില ഓഫീസിൽ അല്ലെങ്കിൽ ചില കമ്പനിൻ്റെ മേലൊക്കെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചില പ്രത്യേകതരം എന്താ പറയുക സോഫേൻ്റെ മേലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചില പ്രത്യേകതരം മാറ്റിലൂടെ ഒക്കെ നടക്കുകയാണെങ്കിലോ നിങ്ങളുടെ മേലെ ചാർജ് ഉണ്ടാവും. അങ്ങനെ ചാർജ് ഉള്ള
സമയത്ത് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഒരു വാതിലിൻ്റെ നോബ് പോയി തൊടുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജ് അങ്ങോട്ട് പോകും, നിങ്ങൾക്ക് ചെറുതായിട്ടൊരു സ്പാർക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത് സ്ഥിത വൈദ്യുതി നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇനി അതേമാതിരി ചിലപ്പോൾ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഈ മൊബൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ മൊബൈലിൻ്റെ ഇടയിൽ നിന്ന് അവർക്ക് എന്തുണ്ടാവാറുണ്ട്, ചാർജ് അവർക്ക് കിട്ടാറുണ്ട്. സോ ഇത് ചിലപ്പോൾ അവർക്ക് ഒരു സ്പാർക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ മൊബൈൽ ടെക്നീഷ്യന്മാർക്കൊക്കെ ഇതേമാതിരി സ്പാർക്ക് അടിക്കുന്നത് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. സോ ഇതിൻ്റെ ഏതെങ്കിലും 2 ഗുണങ്ങൾ പഠിക്കുക, ഏതെങ്കിലും 2 ദോഷങ്ങളും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വളരെ വളരെ ഉപകാരമായിരിക്കും. സാർ അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഈ ഉപകരണത്തെ തിരിച്ചറിയാം. സാർ ഈ ഉപകരണത്തിൻ്റെ പേരെന്താ? ഈ ഉപകരണത്തിൻ്റെ പേരാണ് കപ്പാസിറ്റർ. എൻ്റെ പേരെന്താടാ? കപ്പാസിറ്റർ. ഒന്നെങ്കിൽ ഓൻ ഈ ലുക്കിലുണ്ടാവും, അല്ലെങ്കിൽ ഓൻ ഇതിൽ ഏതെങ്കിലും ഒരു ലുക്ക് ഉണ്ടാവും. ഈ മഹാന്മാരൊക്കെ കണ്ടാൽ നമ്മൾ പറയാ ഇവൻ്റെ ഒക്കെ പേരാണ് കപ്പാസിറ്റർ. ഇവൻ്റെ പേരെന്താടാ? കപ്പാസിറ്റർ. വൈദ്യുതിയുടെ ചാർജ്, ഇലക്ട്രിക് ചാർജ് സംഭരിച്ചു വെക്കുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഉപകരണമാണ് കപ്പാസിറ്റർ. അതിൻ്റെ സിമ്പൽ എന്താ നിങ്ങൾക്ക്? ഇതാ നോക്കടാ, ഇതാണ് കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ സിമ്പൽ, പ്രതീകം. സോ ചിലപ്പോൾ ഈ ചിത്രം തരും, ഇവിടെ ചോദിക്കും ഇതാരാണെന്ന്, ഇവനാണ് കപ്പാസിറ്റർ. ചിലപ്പോൾ ഇതിലാരെങ്കിലും തരും ഇതാരാന്ന് ചോദിക്കും, ഇതൊക്കെ ആരാടാ? കപ്പാസിറ്റർ, കപ്പാസിറ്റർ, കപ്പാസിറ്റർ. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കപ്പാസിറ്ററിൻ്റെ ഇവിടെ അല്ലടാ, ഇതിൻ്റെ ചാർജ് സംഭരിച്ചു വെക്കാനുള്ള ശേഷി, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു വസ്തുവിനെ ഉപയോഗിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്. സോ ഒരു കപ്പാസിറ്ററിൻ്റെ കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഇൻസുലേറ്റർ, കറണ്ട് കുറച്ചൊക്കെ കടത്തി വിടാത്ത ഒരാളുണ്ട്, ഇൻസുലേറ്റർ, ഒരു ഇൻസുലേറ്ററിനെ ഉപയോഗിക്കും. അതിന് നമ്മൾ വിളിച്ച പേരാണ് ഡൈ ഇലക്ട്രിക്. എന്താ വിളിക്കുക? ഡൈ ഇലക്ട്രിക്. സോ എന്താ മക്കളെ ഡൈ ഇലക്ട്രിക്? ഒരു കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കുന്ന ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ. സോ ഇതുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ കുറച്ചും കൂടി കൂടും. സാർ എന്താ അവിടെ ഉപയോഗിക്കൽ? ചിലപ്പോൾ പേപ്പർ ഉപയോഗിക്കും. പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കപ്പാസിറ്റർ എന്താ വിളിക്കുക? പേപ്പർ കപ്പാസിറ്റർ. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഒരു കപ്പാസിറ്ററിൽ നിങ്ങൾ ഡൈ ഇലക്ട്രിക് ആയിട്ട് എന്താണോ ഉപയോഗിക്കുന്നത്, ഇതെന്താ പപ്പാന്നായി പോയി, പാവം ഞാൻ. ഒരു കപ്പാസിറ്ററിൽ നിങ്ങൾ ഡൈ ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നത് പേപ്പർ ആണെങ്കിൽ ആ കപ്പാസിറ്ററിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പേപ്പർ കപ്പാസിറ്റർ. ഒരു സെറാമിക് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലോ, ഇതിനിടയിൽ നിങ്ങൾ സെറാമിക് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചാർജിൻ്റെ സംഭരിക്കാനുള്ള ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ നിങ്ങൾ സെറാമിക് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറാമിക് കപ്പാസിറ്റർ. ഏതാടാ? സെറാമിക് കപ്പാസിറ്റർ. സോ ഒരു കപ്പാസിറ്ററിനെ നമ്മൾ പേരിടുക അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഡൈ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇൻസുലേറ്ററിനെ ഉപയോഗിച്ചിട്ടാണ്. സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. കപ്പാസിറ്ററിൻ്റെ ഒരു ചാർജ് സംഭരിക്കാനുള്ള ശേഷി അത് നമ്മൾ അളക്കുന്ന യൂണിറ്റാണ് ഫാരഡ്. ഏതാടാ? ഫാരഡ്. സോ കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷി നമ്മൾ ഫാരഡിൽ നിന്നാണ് അളക്കുക. ഈ പാഠത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ ക്രിസ്മസ് എക്സാമിന് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ എക്സാം ചിലപ്പോൾ ചോദിക്കും, ഇയാൾ നിശ്ചലാവസ്ഥയിലാണോ, ഇയാൾ ചലനാവസ്ഥയിലാണോ, ഇയാൾ റെസ്റ്റിലാണോ, ഇയാൾ മോഷനിലാണോ? നിങ്ങളുടെ എക്സാമിന് എപ്പോഴെങ്കിലും ഒരാൾ റെസ്റ്റിലാണോ മോഷനിലാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരാൾ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യണം, ഒരാളുമായിട്ട് താരതമ്യം ചെയ്യണം. അപ്പോൾ എപ്പോഴും ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആരുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അയാളാണ് നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയാം. ഇപ്പോൾ ഇങ്ങോട്ട് പറയുകയാണ്, ഈ കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ കുട്ടിൻ്റെ അടുത്ത് ഒരു ഇന്ത്യൻ്റെ ഒരു പതാക ഉണ്ട്. ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ ഇന്ത്യയുടെ പതാകയെ സംബന്ധിച്ചിടത്തോളം, ഈ ഇന്ത്യയുടെ ഫ്ലാഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാവം കുട്ടി റെസ്റ്റിലാണോ മോഷനിലാണോ, നമ്മുടെ പാവം കുട്ടി നിശ്ചലാവസ്ഥയിലാണോ ചലനാവസ്ഥയിലാണോ? അപ്പം നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതിയടാ. ഈ 2 ആൾക്കാരും എപ്പോഴും ഒരുമിച്ചാണോ നോക്കുക? ഈ 2 ആൾക്കാർ എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ റെസ്റ്റിലായിരിക്കും. ഇതിൽ ആരെങ്കിലും ഒരാൾ ചലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴും 2 ആൾ ഒരുമിച്ചല്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ഇൻ മോഷൻ, അവർ ചലനത്തിലായിരിക്കും. ഇതിൻ്റെ മക്കളൊന്ന് ഓർത്താൽ മതി. ഞാൻ എൻ്റെ മക്കളോട് പറയട്ടെ, നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു കൊടിമരത്തെ അപേക്ഷിച്ച് ഈ കൊടിമരമാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്നുണ്ടെങ്കിൽ നമ്മുടെ പാവം കുട്ടി റെസ്റ്റിലാണോ മോഷനിലാണോ? സാറേ, ആ കുട്ടിയും കൊടിമരവും എപ്പോഴും അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ, 2 ആളും എപ്പോഴും ഒരുമിച്ചാണ്. 2 ആളും എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ ഹീ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അയാൾ നിശ്ചലാവസ്ഥയിലാണ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ഇയാൾ സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പം നമ്മുടെ ഈ പാവം കുട്ടി റെസ്റ്റിലാണോ മോഷനിലാണോ? അപ്പം ഇങ്ങനെ ആലോചിക്കണം, സാർ ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ്, നമ്മൾ ഭൂമിയിലാണ്. സോ നമ്മൾ ഭൂമിയിൽ സൂര്യനെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഒരുമിച്ചാണോ? അല്ല, നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെങ്കിലും ഒരാളുടെ സ്പീഡ് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഹി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അയാൾ എന്താ അവസ്ഥയിലായിരിക്കടാ? ചലനാവസ്ഥയിലായിരിക്കും. സെറ്റല്ലേ? സാർ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരും. ഞാൻ പറഞ്ഞുതരാമല്ലോ. സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. എൻ്റെ മക്കൾ നോക്ക്,
ഒരു പാവം കുട്ടി ഇങ്ങനെ ജയൻറ്റ് വീലിൽ ഇങ്ങനെ പോകാന്നിരിക്കുക. സോ ഈ ജയൻറ്റ് വീലിൽ ആ കുട്ടിയുണ്ട്. തൽക്കാലം ഇതാണ് നമ്മളെ ജയൻറ്റ് വീൽ എന്ന് വിചാരിക്കണേ. ഇതാണ് നമ്മളെ ജയൻറ്റ് വീൽ എന്ന് ഇരിക്കുക. ഈ ജയൻറ്റ് വീലിൽ നമ്മളെ ചെക്കനും ഉണ്ട്, ഈ ചെക്കൻ്റെ കൂടെ ചെക്കൻ്റെ ഫ്രണ്ടും ഉണ്ടെന്ന് ഇരിക്കുക. എന്നിട്ട് മക്കളോട് ചോദിക്കുകയാണ്, ഇത് പാവം കരയിൽ നിന്നിട്ട് ഓൻ്റെ വേറെ ഏതോ ഒരു ചെക്കൻ ഇങ്ങനെ നോക്കി നിൽക്കുക. പാവട്ടോ, ഇവ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതിനുള്ളിൽ രണ്ടാൾക്കാരുണ്ട്, ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും ഉണ്ട്. ഇവരിങ്ങനെ ഇതിലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളോട് ചോദിക്കുകയാണ്, ചൈൽഡ് ഓൺ എ മൂവിങ് ജയൻറ്റ് വീൽ, ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ജയൻറ്റ് വീലിലുള്ള ഒരു കുട്ടി. ആ കുട്ടി അടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റിലാണോ മോഷനിലാണോ, ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ? അപ്പോൾ എൻ്റെ മക്കൾ ഇങ്ങനെ ആലോചിക്കുക, രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണോ? അല്ലേ? ഈ ജയൻറ്റ് വീൽ ഇങ്ങനെ എപ്പം പോകുമ്പോഴും ഇവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണ്. ഇവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹീ ഈസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അയാൾ നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ എൻ്റെ മക്കൾ പറയാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡറിങ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, ഇവരുടെ സ്പീഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരാളുടെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഹീ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ, അയാൾ ചലനാവസ്ഥയിലാണ്. എടാ, അതിന് കൂടുതൽ എക്സാമ്പിളും കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇന്ന് രാത്രിയുള്ള എജുപോർട്ടിൻ്റെ ബേസിക് സയൻസിൻ്റെ ലൈവിൽ, മെഗാ മാരത്തോൺ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല നാളെ രാവിലെയുള്ള റോക്കറ്റ് റിവിഷനിലും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടി വരണം, നമ്മൾ തകർക്കും. സാർ അടുത്ത ക്വസ്റ്റ്യൻ ആ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു ചിത്രം തന്നിട്ട് മക്കളോട് ചോദിക്കുകയാണ്, ഹൗ ഫാർ ഡിഡ് ദ ഒബ്ജക്റ്റ് ട്രാവൽ? ഒരു ചിത്രം ഉണ്ട്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോയടാ? സിയിലേക്ക് പോയി. എയിൽ നിന്ന് ബിയിലേക്ക്, പിന്നെ ബിയിൽ നിന്ന് എങ്ങോട്ടാ? സിയിലേക്ക്. എന്നിട്ട് നമുക്കോട് ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ എ, എത്ര ദൂരമാണ് ഇയാൾ സഞ്ചരിച്ചത്? എടാ സിമ്പിൾ, അയാൾ ആദ്യം ഇവിടെ നിന്ന് ഇവിടെ വരെ 120 മീറ്റർ സഞ്ചരിച്ചു. 120 മീറ്റർ പ്ലസ് ബിയിൽ നിന്ന് സി വരെ എത്ര ദൂരം സഞ്ചരിച്ച്? 60 മീറ്റർ. 120ഉം 60ഉം എത്രടാ? 180 മീറ്ററാണ് നമ്മുടെ പാവൻ ചെക്കൻ സഞ്ചരിച്ചത്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്? ദൂരത്തിൻ്റെ SI യൂണിറ്റ് ഏത്? ഏതാ മക്കളെ ദൂരത്തിൻ്റെ SI യൂണിറ്റ്? മീറ്റർ. ദൂരത്തിൻ്റെ SI യൂണിറ്റ് ഏതാടാ? മീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദിസ് ഒബ്ജക്ട് ട്രാവൽസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്, ഇയാൾ ഒരേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, ആൻഡ് റീച്ചസ് A to C, ഇയാൾ ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ വരെ എത്തി. എത്ര സെക്കൻഡ് കൊണ്ട്? 20 സെക്കൻഡ് കൊണ്ട് എത്തി. അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്പീഡ് എത്ര? എടാ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഈ ഒരു ട്രയാങ്കിൾ എപ്പോഴും എൻ്റെ മക്കൾ ഓർത്ത് നോക്കണേ, DTS. എടാ സിമ്പിളാടാ, സ്പീഡ് ഈസ് ഈക്വൽ ടു, എൻ്റെ മക്കൾ പറ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ദൂരം ബൈ സമയം. മക്കളെ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ മൊത്തം എത്ര ദൂരം സഞ്ചരിച്ച്? 120ഉം 60ഉം 180, 180 ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ സമയം. എത്ര സെക്കൻഡ് കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്? 20 സെക്കൻഡ് കൊണ്ടാണ്. 180/20. എടാ ഈ പൂജ്യം വെട്ടി, അപ്പം എത്ര വരിക? 18/2. എടാ 18/2 എന്ന് പറഞ്ഞാൽ എന്താ? 18ൻ്റെ പകുതി. 18ൻ്റെ പകുതി എത്ര? 9. സാറേ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. സോ ആൻസർ ആണ് 9 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ, ഹമ്പിൾ, നിസാരം. സോ ക്വസ്റ്റ്യൻ നമ്പർ സി നമുക്ക് ഉത്തരം കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ ഡി, വാട്ട് ഈസ് ദിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ? നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയത് മീറ്റർ പെർ സെക്കൻഡിലല്ലേ? നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 9 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ പെർ ഹവർ ആണെന്ന്. സിമ്പിളാടാ, മീറ്റർ പെർ സെക്കൻഡിന് എങ്ങനെയാണ് കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക? ആ മീറ്റർ പെർ സെക്കൻഡ് 9 എന്നുള്ളത് അതേമാതിരി ഇത്. ഇതിനെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ 5/8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. എന്നാൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് വലുതാക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇൻറ്റു എത്രടാ? 5/8 അല്ല, 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. 9 × 18/5. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സോ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി എൻ്റെ മക്കളോട് പറയുകയാണേ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നാൽ തിരിച്ച് വിടുന്ന അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഗുണിക്കാണ്ടി? 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. മാറിപ്പോവരുതേ, സമയം എടുത്തോളേ. നല്ലൊരു റെക്കോർഡഡ് ക്ലാസ് ആണ്. വേണമെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉത്തരവും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അയ്യോ കിട്ടില്ല ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? എ വൈഡ് ചെയിൻ അറ്റാച്ച്ഡ് ടു വീൽസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഹാർവെസ്റ്റിംഗ് മെഷീൻ ദാറ്റ് എൻറ്റേഴ്സ് ദ പാഡി ഫീൽഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നെൽപ്പാടങ്ങളിൽ ഇറങ്ങുന്ന കൊയ്ത്തു യന്ത്രത്തിന് വീതി കൂടിയ ചങ്ങല ഘടിപ്പിച്ച ചക്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. സാർ നിങ്ങൾ കണ്ടണോ? ഇതാ മെഷീനല്ല, വേറെ മെഷീനാണ്. എന്നാലും പാടത്തൊക്കെ കൊയ്യാൻ ഇറങ്ങുന്ന മെഷീനൊക്കെ ഇതേമാതിരി, ഇത് വേറെ മെഷീനാണ്, ഇതേമാതിരി നല്ല വീതി കൂടിയ ചങ്ങല ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇതെന്ന്? എടാ എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ മർദ്ദം കാണാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, P = F/A. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എപ്പോഴെങ്കിലും പരപ്പളവ് കൂടുകയാണെങ്കിൽ, ഏരിയ കൂടുകയാണെങ്കിൽ ഇയാൾ എന്താ ചെയ്യുക? കുറയും.
പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. വെൻ ഏരിയ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. സാറേ ഇങ്ങോട്ട് നോക്ക്, ഈ ടയർ ഇങ്ങനെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഏരിയ കുറവായിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ചെങ്ങലം കൂടി ഇടുന്ന സമയത്ത് ഏരിയ കൂടും, പരപ്പളവ് കൂടും, അപ്പോൾ പ്രഷർ കുറയും. അപ്പോൾ ഈ വണ്ടി വല്ലാണ്ട് മണ്ണിൽ താന്നു പോവില്ല. ഇതേ തത്വമാണ് എവിടെ ഉപയോഗിക്കുന്നത്? വലിയ ഭാരം കയറ്റി വരുന്ന ലോറികൾക്കൊക്കെ ടയറുകളുടെ എണ്ണം കൂടുതലാവും. എന്താ സാർ അങ്ങനെ? 2 ടയറാണെങ്കിൽ ഇവിടെ ഏരിയ കുറവാണ്. എന്നാൽ കുറേ ടയർ ഉണ്ടെന്നുണ്ടെങ്കിലോ ടച്ച് ചെയ്യുന്ന ഭാഗം കൂടും, ഏരിയ പരപ്പളവ് കൂടുമ്പം മർദ്ദം കുറയും. അപ്പോൾ നല്ല സുഖമായിട്ട് ആ വണ്ടി പോവും. ഇതേമാതിരിയാണ് ബാഗുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞില്ല, ചില ബാഗുകൾക്കൊക്കെ ഇതേമാതിരി വീതി കൂടിയ സ്ട്രാപ്പ് ഉണ്ടാവും, നല്ല വീതി കൂടിയ സ്ട്രാപ്പ് ഉണ്ടാവും. അതിനാണ് സാറേ വീതി കൂടിയ സ്ട്രാപ്പ് ഉപയോഗിക്കുന്നത്. ഏരിയ കൂടുമ്പോൾ, പരപ്പളവ് കൂടുമ്പോൾ പ്രഷർ കുറയും, നല്ല കൂളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സെറ്റല്ലേ? ഇതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ പഠനമല്ല, ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. സോ ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു നോക്കുക. ഇങ്ങോട്ട് ഇതിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, ഒന്നും കൂടി കാണുക. ഇങ്ങോട്ട് ഏതെങ്കിലും കൺസെപ്റ്റ് പക്ക ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയുള്ള എജുപോർട്ടിൻ്റെ മാരത്തോൺ ലൈവിൽ നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. അതിൻ്റെ ലിങ്ക് പോയിട്ട് തപ്പി കണ്ടെത്തിയിട്ട് നമ്മൾ ലൈവിലുണ്ടാവും. വേഗം പോയിട്ട് ലൈക്കൊക്കെ അടിച്ചു വെക്കുക. സി യു ദർ. ഒന്നും പേടിക്കരുത്. നിങ്ങൾ നന്നായിട്ട് നമ്മൾ തരുന്ന വീഡിയോസൊക്കെ കണ്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്സ് എക്സാം എളുപ്പമാവട്ടെ. ഓക്കെ അല്ലേ? സോ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. ബൈ.